ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. ഇത് കണ്ടില്ലേ, ഞാനിവിടെ മത്തങ്ങ വെച്ചിട്ട് ചെറുപയറും കൂടെ വെച്ചിട്ട് ഇവിടെ മറ്റേ വലിയ പയർ കിട്ടിയില്ല കേട്ടോ, എനിക്ക് ചെറിയ പയറാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് ഞാനൊരു എലിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. കുറേ നാളായിട്ട് വിചാരിക്കുക, മത്തങ്ങയും ചെറുപയറും മാത്രമേ ഉള്ളൂ, പിന്നെ കൂട്ടിന് തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കുക്കറിലോട്ട് ചെറുപയറും 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ അതിൽ നിമന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതും കൂടെ ഇട്ടിട്ട് ഞാനൊരു 3 വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിന് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങയിലോട്ട് 1 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് എപ്പോഴും നാട്ടിലെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും എലിശ്ശേരി കഴിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് മത്തങ്ങ കിട്ടി, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് കേട്ടോ എലിശ്ശേരി ഉണ്ടാക്കാൻ. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു പാനിലോട്ട് നാട്ടിൽ നിന്ന് ഞാൻ വറുത്ത തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 വലിയ സ്പൂണിൽ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. അത് ഒന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും നമ്മുടെ വെന്ത മത്തങ്ങയും പയറിലോട്ട് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, തീ ഓഫ് ചെയ്തിട്ടില്ല. ആവശ്യത്തിന് ഉള്ള ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതിനകത്ത് ഞാൻ 2-3 അല്ലി കരിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കടുക് പൊട്ടിച്ചൊഴിക്കാണ് കേട്ടോ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. സാധാരണ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സവോള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കടുക്, വറ്റൽമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനെ ഞാൻ നമ്മുടെ മത്തങ്ങ എലിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ നാട്ടിൽ പപ്പായ ഇതൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്നൊരു ടേസ്റ്റിന് ആ ഒരു ക്രേവിങ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ കൊള്ളാമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാനെൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെ ചോറും എലിശ്ശേരിയും തോരനൊക്കെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.